ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ രാജ്കുമാർ റാവുവിൻ്റെ ശ്രീകാന്ത് എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വന്നേക്കണെയാണ്. അപ്പോൾ ഈ സിനിമ എനിക്ക് പറ്റിയൊരു ഷോ ഉണ്ടായിരുന്നു ഇവിടെ ഷെണൈസിൽ മാത്രമാണ്. എനിക്ക് രാവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ശേഷം ഇപ്പോൾ ഒരു ഷോ ചെയ്തത് ഇതാണ്. ഇതാണ് സിനിമ. രാജ്കുമാർ റാവു ആണ് നടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. മച്ചാൻ്റെ തന്നെ ട്രാപ്ഡ് എന്നുള്ള സിനിമയും ഷഹിദ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത പടോടെ, ഒരു രക്ഷയില്ലാത്ത പടം. രാജ്കുമാർ റാവുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്തൊരു അഭിനയമാണ് ഈ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നാഷണൽ അവാർഡിന് വൻ കോമ്പറ്റീഷൻ നൽകിക്കൊണ്ടുള്ള പെർഫോമൻസ്, കിടിലം പടം. ജ്യോതിക നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ കിട്ടി, തകർത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജ്യോതികയുടെ ആക്ടിങ്. പിന്നെ ഇതിനകത്ത് ഷ്രാദ് കെൽക്കർ ഉണ്ട്. ഏത് സിനിമ കിട്ടിയാലും, സിനിമ എത്ര മോശമായ പോലും പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി വേറെ ലെവലിൽ ചെയ്തു വെക്കും. അതുപോലത്തെ ഒരു നടനാണ്. പുള്ളിയുടെ ഏത് സിനിമയിലെ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിയോ പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അത്രയും പെശകായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു നടനാണ്. ലക്ഷ്മി ബോംബ് എന്ന് പറഞ്ഞ അക്ഷയ് കുമാറിൻ്റെ സിനിമയുണ്ട്, നമ്മുടെ കാഞ്ചനയുടെ ഹിന്ദി വെർഷനാണ്. ആ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, എനിക്ക് അക്ഷയ് കുമാറിനെ അതിനകത്ത് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അതിൽ പോലും ഷ്രാദ് കെൽക്കർ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ ആക്ടിങ്, പുള്ളിയുടെ ഭാഗം പുള്ളി വൃത്തിക്ക് ചെയ്തിട്ട് പോകും. ഇതിലും ഒരു രക്ഷയില്ല. കുറച്ചുണ്ടായാൽ ആ കുറച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറും 12 മിനിറ്റ് എന്തോ ആണ്. അത് പോയതറിഞ്ഞില്ല, അത്ര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ ആലിയ എഫ്, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലും എനിക്ക് വളരെ മോശം പെർഫോമൻസസ് ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരിയെ വരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇതിനും മുന്നേ ഞാൻ കണ്ട സിനിമകളിലൊന്നും എനിക്ക് പുള്ളിക്കാരി വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ബഡേമിയ ചോട്ടമിയിൽ എനിക്ക് ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് എനിക്ക് പുള്ളിക്കാരിയുടെ ആക്ടിങ് ഫീൽ ചെയ്തത്. ഭയങ്കര വെറുപ്പിക്കലായിട്ടായിരുന്നു എനിക്ക് ആ സിനിമ ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൽ പുള്ളിക്കാരി വരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഡയറക്ടർ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഹൻസൽ മേത്തയുടെ അസിസ്റ്റൻറ്റോ അങ്ങനെ ആരോ എന്ന് തോന്നുന്നു. കാരണം ഈ സിനിമയിൽ ഹൻസൽ മേത്ത ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഹൻസൽ മേത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്കുമാർ റാവുവിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഷഹിദ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. ട്രാപ്ഡ് പിന്നെ വിക്രമാദിത്യ മോട്ടുവാനയുടെ സിനിമയായിരുന്നു. നമ്മുടെ ഉഡാനൊക്കെ എടുത്തു വെച്ചിട്ടുള്ള മച്ചാൻ്റെ സീക്രട്ട് ഗെയിംസൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ആളാണ്. ഒരു രക്ഷയില്ലാത്തൊരു പടമാണ് ട്രാപ്ഡ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ്. അതിപ്പോൾ ഷഹിദ് ആയാലും ശരി, ട്രാപ്ഡ് ആയാലും ശരി. രാജ്കുമാർ റാവുയുടെ സ്റ്റെല്ലർ പെർഫോമൻസസ് ഞാൻ പറയും. ഇതിലും ഈ ഒരു ക്യാരക്ടറിനോട് പുള്ളി പുലർത്തിയേക്കുന്ന നീതി, ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ കാണിച്ചിരിക്കുന്ന എഫേർട്ട് ഒരു രക്ഷയില്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ലാസ്റ്റ് APJ അബ്ദുൽ കലാം സാറിനെ കാണിക്കുന്ന ഒരു സീനുണ്ട്, അത് കാണുമ്പോൾ രോമാഞ്ചം വരും. ഇത് ബേസ്ഡ് ഓൺ ട്രൂ ലൈഫ് ഇൻസിഡൻസസ് ഓഫ് എ പേഴ്സൺ ആണ്. എൻ്റെ മുന്നേ അത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരാളാണ്. ആളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ആളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു മനസ്സറിഞ്ഞ ഒരു നന്ദിയും കൈയടിയും ഞാൻ നൽകണേ. കാരണം അന്യായ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് മനുഷ്യനെ പറ്റിയുള്ള ഒരു സിനിമ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. കാരണം ഈ മനുഷ്യനോടും, ആരെയാണോ ഇത് ബേസ് ചെയ്തിരിക്കുന്ന ആ മനുഷ്യനോടും ഈ സിനിമയോടും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നീതി അതായിരിക്കും. നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എത്ര പേര് തിയേറ്ററിൽ പോയി കണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്. കാരണം അത് കിടിലം പടമായിരുന്നു. ആ തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു. ആ മനുഷ്യനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഒരു നന്ദിയായിരുന്നു അത്. അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനം, അല്ലെങ്കിൽ ഒരു 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 ഫോം ഓഫ് റെസ്പെക്റ്റ് ആയിരുന്നു ആ സിനിമ കാണാന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ അധികം പേര് കണ്ടില്ല തിയേറ്ററിൽ. പറയുമ്പോൾ ലിസ്റ്റ് ഗോസ് ഓൺ, ഇങ്ങനെ കുറേ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഫിലിം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫീലായിരുന്നു. കിടിലം പടം, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട പടം എന്ന് പറഞ്ഞാതിരിക്കാൻ വയ്യ. എല്ലാ ഓഡിയൻസസും ഈ സിനിമയെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു നെഞ്ചിൽ ചെറിയ ഭാരവും, എന്നാൽ ഒരു
ഒരു എന്താ ഒരു പ്രൈഡും ഒരു പ്രത്യേക ഫീലിങ്ങിലാണ് ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയത്. ഐ വാസ് സോ ഹാപ്പി ഐ വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റർ. രാജ്കുമാർ റാവു, വാട്ട് എ ബ്രില്യൻ്റ് ആക്ടർ യു ആർ മാൻ, വാട്ട് എ ബ്രില്യൻ്റ് ആക്ടർ. പിന്നെ ജ്യോതികയും കിടിലം പെർഫോമൻസ്. ജ്യോതികയാണെങ്കിൽ ഇപ്പോൾ മറ്റേ നമ്മുടെ ബോളിവുഡ് പോയി തകർക്കാണ്. ഷെയ്ത്താനിലും അടിപൊളി ആക്ടിങ് ആയിരുന്നു, ഇതിനകത്ത് കിടിലൻ. വെരി ഹാപ്പി ടു സീ സച്ച് ഗുഡ് ആക്ടേഴ്സ് ഗെറ്റിംഗ് ഗ്രേറ്റ് റോൾസ്. അതെനിക്ക് പറയാനുള്ളത്. അടിപൊളി പടം, അടിപൊളി പടം. എനിക്ക് വളരെയധികം വർക്കായി, അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല, കിടിലൻ പടമാണ്, വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ രാജ്കുമാർ റാവുടെ ഇഷ്ടപ്പെട്ട സിനിമകളിലേക്ക് ഈ സിനിമയും കൂടി ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇത്രേ ഉള്ളൂ. എന്തായാലും ഇന്ന് വേറെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സിനിമ വരെ കാണാതെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിക്കണായിരുന്നു. അതിൻ്റെ വീഡിയോ നാളെ വരുമായിരിക്കും. എന്തായാലും ഇനി എനിക്ക് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് VXL കാണാനുണ്ട്. അതുകൂടാതെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്നുള്ള സിനിമയും കൂടി ഞാൻ കാണുന്നുണ്ട്. പറ്റിയാൽ പെരുമാനി എന്നുള്ള പടം കൂടി കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. ഇന്നെന്തായാലും 2 പടം കൂടി കാണാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. പെരുമാനി നാളെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ നാളെ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ കണ്ടുനോക്കി അഭിപ്രായങ്ങൾ ഇടാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയ ഫംഗ്ഷനെ പറ്റി അറിയാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോ കാണാം. നാളെ ഞാനൊരു വീഡിയോ ഇടും. അത്രേ ഉള്ളൂ. ബൈ ബൈ.